എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് വൈകുന്നേരം ചായയ്ക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. ചിക്കനോ മുട്ടയോ ബീഫോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന സ്നാക്സാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്നാക്സിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം 1 ടീസ്പൂൺ വെച്ച് വേണ്ട കേട്ടോ. പച്ചമുളക് മാത്രം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ്. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നപ്പോൾ മീഡിയം സൈസുള്ള ഒരു സവാളയും അതേപോലെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കം ഇതേപോലെ തീരക്കാനം കുറച്ച് നീളത്തിൽ ഒന്നിങ്ങ് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. നമ്മൾ എല്ലാ പച്ചക്കറി എടുക്കുമ്പോഴും നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവേ. കൂടെ തന്നെ ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റാണ്. അതേപോലെ തന്നെ നീളത്തിൽ കനം കുറച്ചിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് ഒരു 3-4 മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാം തീരെ കനം കുറച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് വെന്ത് വന്നോളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പച്ചക്കറികളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട കേട്ടോ. എല്ലാം നല്ലോണം ഒന്നിങ്ങ് വാടി വന്നാൽ മാത്രം മതി. ഇതിലേക്കാണ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താലും മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ ക്യാബേജിൻ്റെ 1/4 ഭാഗം മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അത് മതിയാവും. അതും നീളത്തിൽ തീരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിങ്ങ് ക്യാബേജ് പെട്ടെന്ന് വെന്ത് വരുമല്ലോ, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ക്യാബേജിലേക്ക് നല്ലോണം ഒന്നിങ്ങ് ചൂട് കയറി വരാൻ വേണ്ടി ഒരു 1-2 മിനിറ്റ് അത്ര മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരേ 1 ടീസ്പൂൺ മാത്രം മതിയാവും. അത്രയും തന്നെ 1 ടീസ്പൂൺ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചുകൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുത്തിരിക്കുന്ന ഫില്ലിംഗ് ആട്ടോ. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമല്ലേ. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനാണെന്നുണ്ടെങ്കിലും ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് പച്ചക്കറി ഉള്ളതായിട്ടാണെങ്കിലും നമുക്ക് തോന്നും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സ്നാക്സിന് ഫില്ലിംഗ് റെഡിയാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു കവറിങ്ങും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. ഒന്നെങ്കിൽ ബ്രെഡ് എടുക്കാം. ബ്രെഡാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ മൈദയുടെ ഒരു ഷീറ്റ് ആട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കണ്ടതാ ഇതേപോലെ. ഇനി ഇതിനകത്തേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ കവർ പാൽ തന്നെയാണ്, തിളപ്പിച്ച പാലൊന്നുമല്ല. ഇതേപോലെ കുറച്ച് ചേർത്ത് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് പാല് ചേർത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ 1/4 കപ്പ് വെള്ളവും അതേപോലെ തന്നെ 1 കപ്പ് പാലും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ഇതേപോലെ ഒരുപാട് ലൂസായിട്ട് നമുക്ക് കിട്ടുന്നത്. നല്ല കട്ടിക്ക് വേണ്ട കേട്ടോ. കാരണം നമ്മൾ അപ്പം പോലെ ഷീറ്റ് പോലെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു കനം മാത്രം മതി. തീരെ കനം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ചൂടായ ഒരു പാനിലേക്ക് ഒഴിച്ച് ഇതേപോലെ തീരെ കനം കുറച്ച് നമ്മളിങ്ങനെ ഷീറ്റായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് റെഡിയായിട്ട് സൈഡൊക്കെ ആണെങ്കിലും പതുക്കെ ഇങ്ങ് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലായിട്ട് വെച്ചിരിക്കുന്നത്. റെഡിയായി കഴിഞ്ഞപ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുവാണ്. അതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഷീറ്റും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഷീറ്റിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ സമൂസ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല. ഞാനിവിടെ തീരെ കനം കുറച്ച് ഇതേപോലെ നമ്മളിപ്പോൾ ഈ നൈസ് പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, അത്ര കനം കുറച്ച് മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. കണ്ടോ, ഞാനിവിടെ തീരെ കനം കുറച്ച് ഒരു 10 ഷീറ്റായിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി വന്ന മാവാണ്. അപ്പോൾ ഈ മാവ് നമ്മുടെ സൈഡിലൊട്ടിക്കാനും അതേപോലെ തന്നെ ഒന്നിങ്ങ് കോട്ട് ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഷീറ്റ് ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ മിക്സ് അങ്ങ് വെച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ, കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞുകൊണ്ട് കാണാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വന്ന ആ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതേപോലെ എല്ലാ സൈഡിലും മുഴുവൻ സൈഡിലും ഒന്ന് ബ്രഷ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങ് വിട്ട് പോരാതെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ഷീറ്റ് തീരെ കനം കുറച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ പൊട്ടിപ്പോരാതെ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല കനത്തിലുള്ള ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് മടക്കി വരുമ്പോൾ പൊട്ടിപ്പോരും കേട്ടോ. ആ കാര്യം കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. കണ്ടോ, ഇത് പൊട്ടും തന്നെ പൊട്ടിയൊന്നും പോരാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ഷീറ്റിൻ്റെ ഉള്ളിലും ഇതേപോലെ ഫില്ലിങ് വെച്ച് സൈഡിൽ ആ മൈദയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം മടക്കി കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങ് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ചും കൂടി മൈദയുടെ പേസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ദാ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഒരു പ്ലേറ്റ് നിറയെ തന്നെ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഷീറ്റും ഇതേപോലെ തന്നെ ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കോട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ബ്രെഡ് ക്രംസും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഷീറ്റ് റെഡിയാക്കിയ ആ മൈദയുടെ മിക്സും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഓരോന്നെടുത്ത് ദാ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് കവർ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ ബ്രെഡ് ക്രംസും അതേപോലെ തന്നെ മൈദയുടെ ആ ഒരു മിക്സും ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ സ്നാക്സിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം ഇവിടെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്കിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതെല്ലാം ഒന്ന് വെന്ത് വന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതി. ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വശം റെഡി ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഷീറ്റ് ഉണ്ടാക്കാൻ നേരത്ത് ഒരുപാട് കനത്തിലായി പോവാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അങ്ങനെ നമ്മുടെ സ്നാക്സിൻ്റെ 2 വശം കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മുരിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഇങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഉള്ള പച്ചക്കറി ഏതാണോ അത് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ മുട്ടയോ ചിക്കനോ ബീഫോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. ഈ ഷീറ്റിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, എല്ലാം നന്നായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ സ്നാക്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേയും കൂടി നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ മൈദയിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഒരു കവറിലാക്കിയിട്ട് ഒരു സിപ്ലോക്ക് കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്തും കൂടി വെക്കാം. അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. മാത്രമല്ല കഴിക്കാൻ നേരത്ത് ഒരുപാട് തണുത്ത് പോവാതെ ചെറു ചൂടോടുകൂടി കഴിക്കുക. കഴിക്കാൻ നേരത്ത് ഇപ്പോൾ തന്നെ ഓൾറെഡി സോസ് ഉണ്ട്. ഇനി നല്ലൊരു ചൂട് ചായയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ വേണ്ട, ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.